ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഈ സ്പിന്നേഴ്സിന് 5 സ്പിന്നേഴ്സുമായിട്ടാണ് നമ്മൾ ദുബായിലേക്ക് വണ്ടി എറിയത്. പക്ഷേ നമ്മുടെ 2 സ്പിന്നേഴ്സിനും കഴിഞ്ഞ തവണ കാര്യമായി ഒന്നും തന്നെ തിളങ്ങാനായില്ല. ജഡേജയ്ക്കും കുൽദീപിനും ആ സ്ലോഗ് ഓവേഴ്സിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഇന്ത്യ നേരിട്ടു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ മത്സരത്തിൽ ആ കുറവ് നികത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ അജിത് കുമാർ? വരുന്നത് കാരണം ഇപ്പം ഈ സെയിം ടീമാണ്. ഇപ്പൊ 3 സ്പിന്നേഴ്സിനെയും കൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. 3 സ്പിന്നേഴ്സും 3 പേസ് ബോളേഴ്സും ഉണ്ട്. അപ്പൊ പിച്ചിന്റെ ആ ബിഹേവിയർ അനുസരിച്ചിരിക്കും തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാകുക. കഴിഞ്ഞ മത്സരത്തിൽ ശരിക്കും അക്ഷർ പട്ടേൽ അല്ലാതെ ബാക്കി 2 പേരും പറയത്തക്ക നിലയിൽ അവർക്ക് വിക്കറ്റ് കിട്ടിയില്ല എന്ന് മാത്രമേ തിളങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കുൽദീപ് പറയത്തക്ക നിലയിൽ ഉയർന്നില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ദുബായിൽ കുറച്ചും കൂടി ടിനു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധ്യത കൂടുതലാണ് സ്പിന്നേഴ്സിന്. അതുകൊണ്ടാണ് നമ്മൾ 3 സ്പിന്നേഴ്സ് കിട്ടി ഇന്നും ഇറങ്ങിയിരിക്കുന്നത്. കാരണം 3 സ്പിന്നേഴ്സ് വേണം. ഓൺലി തിങ് ഈ 3 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ആണെന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ കാരണം പാകിസ്ഥാൻ സൈഡിൽ കൂടുതലും റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും ഒരു ഓവറോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ സ്പിന്നിങ് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് കുറച്ചും കൂടി പ്രബലമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ കളി ഒരു മത്സരം അവിടെ നടന്നു കഴിഞ്ഞല്ലോ. അപ്പൊ കൂടുതൽ കളിച്ച ഒരു വിക്കറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ബോളേഴ്സിന് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും എന്നറിയാം. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറയത്തക്ക വിധത്തിലൊരു സ്പിന്നൊന്നും നമ്മൾ കണ്ടില്ല. ടേണിങ് ഉണ്ടായിരിക്കും, പിന്നീട് ടേൺ ചെയ്തൊക്കെ. പക്ഷേ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ബംഗ്ലാദേശ് സ്പിന്നേഴ്സ് അത്രയും ആ ഉയർന്ന തരത്തിലുള്ള സ്പിന്നേഴ്സ് ആയിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഷാക്കിബ് ഇല്ലാത്തത് അവർക്ക് ശരിക്കും ഒരു ലോസ്. ഷാക്കിബ് ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ മത്സരം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഷാക്കിബും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങൾ ബംഗ്ലാദേശിന്റെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കാണുകയുണ്ടായി. അതിന്റെ ഒരു വ്യത്യാസം കണ്ടു. പക്ഷെ ഇന്ത്യൻ സ്പിന്നേഴ്സ് ഇത്തവണ തുടക്കത്തിൽ ഒന്ന് തീർച്ചയാണ്, നമ്മുടെ പേസ് ബോളേഴ്സ് ആണ് നമുക്കിപ്പം ബ്രേക്ക് ത്രൂ എടുക്കാൻ പോണത്. നമ്മുടെ ഈ 3 ഫാസ്റ്റ് ബോളേഴ്സ് ഹർഷിത്തും ഷമിയും ഹർദിക്കും കൂടി അവര് പ്രത്യേകിച്ച് ഹർദിക്കിനാണ് എനിക്ക് കൂടുതൽ ബിലീഫ് ഉള്ളത്. കാരണം പാകിസ്ഥാനായിട്ട് ക്രൂഷ്യൽ മൊമെന്റ്സിൽ വന്ന് വിക്കറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഹർദിക്ക്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ തവണ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ അഹമ്മദാബാദിൽ കളിച്ച സമയത്ത് ഹാർദിക്കാണ് ക്രൂഷ്യൽ പോയിന്റ്സിൽ നമുക്ക് ആ വിക്കറ്റ് എടുത്തിരുന്നത്. അപ്പൊ ഹാർദിക്കിന്റെ ഒരു പ്രസൻസ് തീർച്ചയായിട്ടും, മാത്രമല്ല പാകിസ്ഥാന്റെ അഗേൻസ്റ്റ് ഹാർദിക്കിന്റെ പെർഫോമൻസ് പഴയതിനേക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ ഇവര് 3 ഫാസ്റ്റ് ബോളേഴ്സിനാണ് ആദ്യത്തെ ഈ ഒരു 3-4 വിക്കറ്റ് അവർക്ക് എടുക്കാൻ പറ്റിയാൽ പിന്നെ മിഡിൽ ഓവേഴ്സിൽ അക്ഷറും ജഡേജയും വന്നിട്ട് സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ കുൽദീപ് വന്ന് കൂടുതൽ വിക്കറ്റ് എടുക്കാനുള്ള സാധ്യത. അങ്ങനത്തെ ഒരു പ്ലാനിങ് ആയിരിക്കും ഇന്ത്യൻ ടീം നടത്താൻ പോകുന്നതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു പ്രാഥമിക വിലയിരുത്തൽ.